പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ ISL ചാമ്പ്യന്മാരായ ഹൈദരാബാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. മിക്ക താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയി. ഒന്നൊഴികെ എല്ലാ വിദേശ താരങ്ങളും പോയി. ക്യാപ്റ്റൻ ജാവ വിക്ടർ മാത്രമാണ് ഇപ്പോഴുള്ള ഏക വിദേശ താരം. ISLൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 19ൽ പകുതിയിലധികം പേരും ഇതുവരെ ഒരു ISL മത്സരം പോലും കളിച്ചിട്ടില്ല. ശമ്പളം നൽകാത്തതിന്റെ പേരിലാണ് മിക്ക താരങ്ങളും ക്ലബിനോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഹൈദരാബാദ് സ്വന്തം മൈതാനത്ത് FC ഗോവയെ നേരിടുകയാണ്. ഈയൊരു സമയത്ത് ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകളാണ് ഹൈദരാബാദിൽ നിന്നും പുറത്തു വരുന്നത്. മാർക്കസ് മെർഗുലാഹോയുടെ ഒരു ട്വീറ്റ് നോക്കാം. ഗച്ചിബൌളിയിലെ ടർഫ് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ഫ്ലഡ് ലൈറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. രാത്രി വൈകി മാത്രമേ മിക്കവാറും അത് നടക്കൂ. ലീഗ് മാനേജ്മെന്റിന് അറിയില്ല എന്താണ് മത്സര ദിവസം നടക്കുകയെന്ന്. നേരത്തെ പെർമിഷൻ എടുക്കാത്തതിനാൽ 1000-ൽ കൂടുതൽ കാണികളെ പോലീസ് സ്റ്റേഡിയത്തിൽ അനുവദിക്കത്തുമില്ല. ഇതാണ് ആ ന്യൂസ്. പക്ഷേ ഹൈദരാബാദിന്റെ കോച്ച് പറഞ്ഞത് ഇത് വലിയൊരു അവസരമായി കാണുന്നു എന്നാണ്. കാരണം യുവ കളിക്കാർക്ക് ഒരു വലിയ ക്ലബിനെതിരെ മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഹൈദരാബാദിന്റെ അവസ്ഥ. കളിക്കാരില്ല. ഇപ്പോൾ സ്റ്റേഡിയവും ഈ അവസ്ഥയിൽ. കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് അവിടെ നടക്കുകയെന്ന്.